ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. നേപ്പാളിലെ കലാപങ്ങൾക്കു ശേഷം ഇന്ത്യ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി. ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല സുരക്ഷാ യോഗം ചേർന്നു. ബീഹാറിലെ മൈത്രി പാലത്തിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കി. യാത്രക്കാരെ പരിശോധനയ്ക്ക് ശേഷമേ കടത്തിവിടൂ. ചൈന ഇന്ത്യ തന്ത്രപരമായ പ്രധാന പ്രദേശമായ നേപ്പാളിലെ സ്ഥിതി ഇന്ത്യ ഉറ്റുനോക്കി നിരീക്ഷിക്കുകയാണ്. ആവശ്യമായ സാഹചര്യത്തിൽ ഇടപെടൽ ഒരുക്കാൻ സുരക്ഷാ യോഗത്തിൽ ധാരണയുണ്ടായി. വേശ്യാലയത്തിലെത്തി ലൈംഗിക തൊഴിലാളികളുടെ സേവനം തേടുന്നയാളെ ഉപഭോക്താവായി കാണാനാവില്ല. കാരണം ലൈംഗിക തൊഴിലാളി ഒരു ഉൽപ്പന്നമല്ല. പലരും മനുഷ്യക്കടത്തിനിരയായി നിർബന്ധിതരായി മാത്രമാണ് ഈ മേഖലയിൽ എത്തുന്നത്. പലപ്പോഴും അവർക്ക് കിട്ടുന്ന പണവും നേരിട്ട് അവർക്കല്ല, അനാശാസ്യ കേന്ദ്രം നിയന്ത്രിക്കുന്നവർക്കാണ് പോകുന്നത്. അതിനാൽ സേവനം തേടുന്നയാൾ പണം കൊടുക്കുമ്പോൾ അത് തൊഴിലാളികളുടെ ശരീരം വാങ്ങുന്നത് പോലെയല്ല, മറിച്ച് അവരെ വേശ്യാവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. 2021 പേരൂർക്കട പോലീസ് എടുത്ത കേസിൽ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് VG അരുൺ ഇക്കാര്യം വ്യക്തമാക്കിയത്. പഴം വാങ്ങാനായി ക്രിക്കറ്റ് അസോസിയേഷൻ 35 ലക്ഷം രൂപ ചെലവഴിച്ചു. ഉത്തരാഖണ്ഡിലെ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷന്റെ അക്കൗണ്ടിൽ നിന്നുള്ള വിവാദ ചെലവുകൾ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ. പുറത്തുനിന്നുള്ള ചാർട്ടേഡ് അക്കൗണ്ടിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കളിക്കാർക്കായി പഴം വാങ്ങിയെന്ന പേരിൽ 35 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നുവെന്ന് കണ്ടെത്തി. 2024-25 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഭക്ഷണ ചെലവിനോടൊപ്പം ഇവന്റ് മാനേജ്മെന്റ്, ട്രയൽസ് തുടങ്ങിയ കാര്യങ്ങൾക്കായി കോടികൾ ചെലവഴിച്ചതായും ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെതിരെ ഡെറാഡൂണിലെ സഞ്ജയ് റാവത്ത് ഉൾപ്പെടെ പലരും ഹർജി സമർപ്പിച്ചതോടെ ഹൈക്കോടതി BCCIക്ക് നോട്ടീസ് അയച്ചു. ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാനായി സർക്കാർ അനുവദിച്ച ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം ഉറച്ചതോടെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വീഡനിലെ പുതിയ ആരോഗ്യമന്ത്രിയായ എലിസബത്ത് ലാൻ വാർത്താ സമ്മേളനത്തിനിടെ അപ്രതീക്ഷിതമായി കുഴഞ്ഞു വീണു. ചൊവ്വാഴ്ചയാണ് സംഭവം നടന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെയായിരുന്നു 48-കാരിയായ ലാൻ ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണത്. രക്തത്തിലെ പഞ്ചസാരയുടെ തോത് കുറഞ്ഞതാണ് സംഭവത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. പ്രഥമ ശുശ്രൂഷ ലഭിച്ചതിന് പിന്നാലെ ആരോഗ്യനില മെച്ചപ്പെട്ട ലാൻ മാധ്യമങ്ങളോട് സംഭവ വിവരങ്ങൾ പങ്കുവച്ചു. ഏഷ്യാകപ്പിൽ പുതിയ റെക്കോർഡ്. അഫ്ഗാനിസ്ഥാൻ താരം അസ്മത്തുള്ള ഒമർസായി ഇന്ന് ചരിത്രം കുറിച്ചു. ഹോങ്കോങ്ങിനെതിരെ നടന്ന മത്സരത്തിൽ വെറും 20 ബോളിൽ 50 പൂർത്തിയാക്കി. സൂര്യകുമാർ യാദവിന്റെ 22 പന്തുകളിലെ റെക്കോർഡിനെ പിന്നിലാക്കി. ഇതോടെ ഏഷ്യാകപ്പിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി എന്ന നേട്ടം ഒമർസായിയുടെ പേരിലായി. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.